തിരികെ വാർത്തകളിലേക്ക് വരുമ്പോൾ ഇടുക്കിയിൽ വീണ്ടും ഭീതി പരത്തി കാട്ടാന അരിക്കൊമ്പൻ. ഇടുക്കി ശാന്തൻപാറ ചൂണ്ടൽ വളവുകാട് ചുരുളിനാഥന്റെ വീടിന് ആന തകർത്തു. വീട്ടിൽ ആരും ഇല്ലാതിരുന്ന സമയത്താണ് ആനയുടെ ആക്രമണം. ജോൺസൺ എന്നയാളുടെ കൃഷിയും ആന നശിപ്പിച്ചു. അരിക്കൊമ്പനെ പിടികൂടുവാനുള്ള നടപടികൾ പുരോഗമിക്കുമ്പോഴാണ് കൊമ്പൻ ആക്രമണം തുടരുന്നത്. അരിക്കൊമ്പനെ മയക്കുവെടി വെച്ച് സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റുവാൻ കഴിഞ്ഞ ദിവസം വനം വകുപ്പ് ഉത്തരവിറക്കിയിരുന്നു. കുങ്കിയാനകളെ ഉടൻ സ്ഥലത്തെത്തിച്ച് അരിക്കൊമ്പനെ ഉടൻ തന്നെ പിടികൂടണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. കരുത്ത് കാട്ടാൻ കോൺഗ്രസ്. എൺപത്തിയഞ്ചാമത് കോൺഗ്രസ് പ്ലീനറി സമ്മേളനത്തിന് റായ്പൂരിൽ തുടക്കമായി. 15,000-ലേറെ പ്രതിനിധികളാണ് 3 ദിവസം നീണ്ടു നിൽക്കുന്ന പ്ലീനറിയിൽ പങ്കെടുക്കുക. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പ് നടക്കുന്ന പ്ലീനറിയിൽ പ്രതിപക്ഷ സഖ്യ രൂപീകരണം ഉൾപ്പെടെ സുപ്രധാന വിഷയങ്ങൾ ചർച്ചയാകും. വിശദാംശങ്ങളുമായി ആന്റണി ജിസ് ജോർജ് ചേരുന്നുണ്ട് ന്യൂസ് ഡെസ്കിൽ നിന്നും. ആന്റണി, നമുക്കറിയാം ഏറെ നിർണായകമായ ഒരു സമ്മേളനം കൂടിയാണ് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം. പ്രധാനമായിട്ടും നിയമസഭാ തെരഞ്ഞെടുപ്പും അതോടൊപ്പം തന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പുമാണ് മുന്നോട്ട് വയ്ക്കുന്ന അജണ്ടകൾ. എന്തൊക്കെയാണ് പ്രധാന സവിശേഷതകൾ? സ്റ്റിയറിംഗ് കമ്മിറ്റി ആരംഭിച്ചപ്പോൾ എന്തൊക്കെ ലഭ്യമാകുന്ന വിവരങ്ങൾ?